അസമിലെ ബിശ്വനാഥ് ചാരിയാലിയിൽ 35 വർഷക്കാലമായി ഹോട്ടൽ കച്ചവടം ചെയ്യുന്ന 68 വയസ്സുകാരനായ ഷൗക്കത്ത് അലിയെ അതിക്രൂരമായി ഹിന്ദു സഭയുടെ പ്രവർത്തകർ തല്ലിച്ചതക്കുന്ന ദൃശ്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നതാണ്. ബീഫ് വിൽപ്പന നടത്തി എന്ന് പറഞ്ഞാണ് അവർ തല്ലിച്ചതക്കുന്നുള്ളത്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും അതാണ്. അതായത് ബീഫ് വിൽപ്പന നടത്തി എന്നതിന്റെ പേരിൽ ഷൗക്കത്ത് അലിയെ അതിക്രൂരമായി മർദ്ദിച്ചു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളിലൂടെയും വാർത്തകൾ കടന്നു വന്നത്. എന്നാൽ ഈ ദൃശ്യത്തിന് പുറമെ മറ്റൊരു ദൃശ്യവും കൂടി കടന്നു വന്നിട്ടുണ്ട്. അതായത് ഒരു ആസൂത്രിത നീക്കത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നുള്ളത്. ആ ദൃശ്യത്തിൽ പറയുന്നത്, നീ ഒരു ബംഗ്ലാദേശിയാണോ, നിനക്ക് നിന്റെ പക്കലിൽ പൗരത്വ രേഖയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം ഹിന്ദു സഭയുടെ പ്രവർത്തകർ ഉന്നയിച്ചതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ലാഭമുണ്ട്, രാഷ്ട്രീയ നേട്ടമുണ്ട് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ സാധിക്കുകയില്ല. അസമിലെ നിലവിലെ രാഷ്ട്രീയ അവസ്ഥകളെ ചൂണ്ടിക്കാണിച്ചാൽ BJPയുടെ രാഷ്ട്രീയ അവസ്ഥ അതീവ ഖേദകരമെന്ന് പറയേണ്ടി വരും. അതായത് BJPയുടെ നേതാക്കന്മാരെ പരസ്യമായി തല്ലിച്ചതക്കുന്നു, അതും അതിക്രൂരമായ രീതിയിൽ പൊതുജനങ്ങൾ തല്ലിച്ചതക്കുന്ന ദൃശ്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എവിടെ കണ്ടു കഴിഞ്ഞാലും BJPയുടെ നേതാക്കന്മാരെ തല്ലിച്ചതക്കുന്നു. അതിന്റെ കാരണം പൗരത്വ ബില്ലുമായി കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ബില്ല് നടപ്പിൽ വരുത്തിയതിന്റെ ഏറ്റവും വലിയ ആഘാതം ലഭിച്ചിട്ടുള്ളത് അസമിലാണ്. അതിന്റെ പ്രതിഷേധമാണ് അവരവിടെ കാഴ്ചവെച്ചുകൊണ്ടേയുള്ളത്. അതിന്റെ പേരിലാണ് അവിടെ BJPയുടെ നേതാക്കന്മാരെ തലങ്ങും വിലങ്ങും ക്രൂരമായി മർദ്ദിക്കുന്നത്. അപ്പോ ഇന്നലെ വന്ന ആ ഒരു ദൃശ്യത്തിൽ അവർ ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. നീ ഒരു ബംഗ്ലാദേശിയാണോ, നിന്റെ കയ്യിൽ പൗരത്വ രേഖയുണ്ടോ എന്നുള്ളത്. ഈ ചോദ്യം വൈറലാവും, സ്വാഭാവികമാണ്. ഈ ചോദ്യത്തിലൂടെ ഹിന്ദു സഭയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇവിടെ രാജ്യം പൗരത്വം നിഷേധിച്ചവരൊക്കെ ഇറച്ചി കഴിക്കുന്നവരാണ്, രാജ്യത്തെ സംഘപരിവാറുകാർ ആരാധിക്കുന്ന ഗോമാതാവിനെ വെട്ടിനുറുക്കി കൊല്ലുന്നവരാണ്, അതിനെ തിന്നുന്നവരാണ് എന്നുള്ള ഒരു ചിത്രീകരണം പൊതുസമൂഹത്തിനിടയിലേക്ക് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കമായിരുന്നു 68 വയസ്സുകാരനായ ഷൗക്കത്ത് അലിയെ മർദ്ദിച്ചതിന് പിന്നിലും പന്നിമാംസം തീറ്റിച്ചതിന് പിന്നിലും അയാളോട് ചോദിച്ച ബംഗ്ലാദേശിയാണോ അല്ലെങ്കിൽ പൗരത്വ രേഖ നിന്റെ കയ്യിലുണ്ടോ എന്നുള്ളതിന് പിന്നിലുമുള്ള രാഷ്ട്രീയ നീക്കം ഇതാണ്. അതായത് BJP ഹിന്ദുക്കളോടൊപ്പമാണ് എന്നാണ് പറയുന്നത്. അതായത് BJPയുടെ നേതാക്കന്മാരെ ക്രൂരമായി മർദ്ദിക്കുന്നത് മുസ്ലിങ്ങളല്ല, ഹിന്ദുക്കൾ തന്നെയാണ്. പരസ്യമായി തല്ലിച്ചതക്കുന്നതും ഹിന്ദുക്കൾ തന്നെയാണ്, ക്രിസ്ത്യാനികളല്ല, ഹിന്ദുക്കൾ തന്നെയാണ്. അസം ഗണപരിഷത്ത് ഇപ്പോൾ എന്ത് ചെയ്യുന്നു? കോൺഗ്രസിനോട് കൂറ് പുലർത്തി വരുന്നു, NDA സഖ്യം വിട്ടു. അങ്ങനെ രാഷ്ട്രീയപരമായി നോക്കിയാൽ അസമില് അതീവ ദയനീയമായിട്ടുള്ള ഒരവസ്ഥ നേരിട്ട് കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടാമതും ഒരു ഗോമാതാവിനെ കൊണ്ടുവന്ന് വീണ്ടും സംഘപരിവാർ രാഷ്ട്രീയം അസമിൽ കളിക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഷൗക്കത്ത് അലി 68 വയസ്സുകാരനായ ഷൗക്കത്ത് അലിയെ മർദ്ദിച്ചതും ആ വീഡിയോ എടുത്തിട്ട് അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതും. തിരഞ്ഞെടുപ്പൊക്കെ വരികയാണല്ലോ, ഗോമാതാവിനെ മുന്നിൽ നിർത്തിയിട്ട് രാഷ്ട്രീയ നീക്കം നടത്തി അതിലൂടെ വോട്ട് പിടിക്കാനുള്ള ഒരു ആസൂത്രിത നീക്കമായിരുന്നു ഷൗക്കത്ത് അലിയുടെ മർദ്ദനമെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത് മാംസം വിറ്റതിന്റെ പേരിൽ മർദ്ദിച്ചു എന്നുള്ളതാണ്. ശരിയായിരിക്കാം, മാംസം വിറ്റതിന്റെ പേരിലായിരിക്കാം മർദ്ദിച്ചിട്ടുണ്ടാവുക. പക്ഷേ മാംസം വിറ്റു എന്നുള്ളതിനും അപ്പുറം അവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ബംഗ്ലാദേശിയാണോ, പൗരത്വ രേഖയുണ്ടോ എന്നുള്ളത്. അത് അതീവ ഗൗരവപരമായി ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അസമിലെ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലുള്ളതെന്ന് വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.